33.5 വയസ്സ് വരെയുള്ള ഭൂമിയിലെ അവൻ്റെ ജീവിതത്തിൽ അവൻ ആളുകളോട് ഇടപെട്ടതും ആളുകളോട് സംസാരിച്ചതും ആളുകളുടെ ജീവിതത്തിൽ അവൻ രൂപാന്തരം വരുത്തിയതും അവൻ പണിയെടുത്തതും അവൻ്റെ അമ്മയോട് അവൻ ഇടപെട്ടതും സഹോദരങ്ങളോട് ഇടപെട്ടതും കൂട്ടുകാരോട് ഇടപെട്ടതും അവൻ പള്ളികളിൽ ഇടപെട്ടതും ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാമോ? അവൻ നമുക്ക് ഒരു മാതൃക വെച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ ഇടപെടണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെയാണ് ശരീരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള മാതൃക. ആ മാതൃകയുടെ കാര്യത്തിൽ യേശു കർത്താവ് ഇപ്പോൾ കാൽവറി ക്രൂശിൽ നിവൃത്തിയായെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ്റെ മാതൃക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ആ മാതൃക പെർഫെക്റ്റ് ആണ്. അവൻ്റെ ലൈഫ് പെർഫെക്റ്റ് ആണ്. 33.5 വയസ്സ് വരെയുള്ള അവൻ്റെ ജീവിതം, കാൽവറി ക്രൂശിൽ അവൻ മരിക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷം വരെയുള്ള അവൻ്റെ സ്വാഭാവികമായ ശരീരത്തിലുള്ള ജീവിതം, ഇറ്റ് വാസ് എ പെർഫെക്റ്റ് മോഡൽ. പൂർണ്ണമായും നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. ഈ യേശുവിനെ നമ്മൾ പിൻപറ്റണം, ഈ യേശുവിനെ നമ്മൾ അറിയണം, ഈ യേശുവിനെ പോലെ നമ്മൾ ജീവിക്കണം. ഈ യേശുവാണ് നമ്മുടെ മാതൃക. അവൻ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം, അവൻ നടന്നതുപോലെ നടക്കണം. അതുകൊണ്ട് ഒരിക്കലും ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചേച്ച് പോകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചില്ല. The lifetime, all the life that he lived here in Palestine, he was living there on the face of this planet. ഈ ഭൂമുഖത്ത് അവൻ ജീവിച്ചതായ ആ 33.5 വയസ്സ് വരെയും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ്? നമ്മൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരേണ്ടതിന്. അതുകൊണ്ട് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവൻ്റെ ലൈഫ് ദൈവം അവനെ ഭരമേൽപ്പിച്ച നിലയിൽ പൂർണ്ണമായും അവൻ നിർവഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് വാസ് കംപ്ലീറ്റ്, പൂർണ്ണമായിട്ടും എന്ന് തന്നെയല്ല, അവൻ ഏറ്റെടുക്കുന്നത്, അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനായിട്ടും ഏറ്റെടുത്തു. എല്ലാ പാപവും ഏറ്റെടുത്തു. നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അതും അതിനകത്ത് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് എവറിഥിങ്, ഓൾ തിങ്സ് ആർ ഫിനിഷ്ഡ്. കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് പകരം മരിക്കാനാണ് വന്നത്, അല്ലേ? ആ പകരം മരിക്കണമെങ്കിൽ എൻ്റെ മുഴുവൻ കടങ്ങളും അവൻ ഏറ്റെടുത്തു, എൻ്റെ മുഴുവൻ പാപങ്ങളും അവൻ ഏറ്റെടുത്തു. യേശു കർത്താവ് എൻ്റെ 15 വയസ്സ് വരെയുള്ള പാപങ്ങൾ മാത്രമല്ല ഏറ്റെടുത്തത്, എൻ്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും യേശു കർത്താവ് ഏറ്റെടുത്തു. ഇറ്റ് വാസ് കംപ്ലീറ്റ്. ആ ഏറ്റെടുക്കൽ ഒരു കംപ്ലീറ്റ് പ്രോസസ്സായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സകല പാപങ്ങളും കർത്താവ് ഏറ്റെടുത്തു. ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും സകല പാപങ്ങളും ദൈവം ഏറ്റെടുത്തു, യേശു കർത്താവ് ഏറ്റെടുത്തു. അവൻ്റെ ആ സ്വീകരണം പാപത്തെ, അതുകൊണ്ടാണ് പിതാവായ ദൈവം യേശുവിലേക്ക് നോക്കുമ്പോൾ എന്താണ്? ഹി ഈസ് സീയിങ് എ മാൻ കംപ്ലീറ്റ്ലി, എല്ലാ രീതിയിലും ലോകത്തിലെ സകല മനുഷ്യരെയും പാപങ്ങളെ ഏറ്റെടുത്തവനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഹി ഈസ് സീയിങ് ഓൺലി സിൻ. വേറെ ഒന്നും കാണുന്നില്ല. കാൽവറി ക്രൂശിൽ ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, പാപം, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് പിതാവ് അവൻ്റെ മുഖം പുത്രന് നേരെ മറയ്ക്കുന്നത് എന്ന് നമ്മൾ രാവിലെ കണ്ടല്ലോ. സോ അവൻ്റെ ആ പാപത്തിൻ്റെ ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് സമ്പൂർണമായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവം അവനെ ഭരമേൽപ്പിച്ച ടാസ്ക് ഇതായിരുന്നു. ഏറ്റവും ആത്യന്തികമായി ദൈവം ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഇവൻ കാൽവറി ക്രൂശിലേക്ക് പോകാൻ ആക്സിഡൻ്റലായിട്ട് കാൽവറി ക്രൂശിലേക്ക് അവൻ വന്നതല്ല. എല്ലാ സമയത്തും യേശുവിൻ്റെ മനസ്സിൽ കാൽവറി ക്രൂശായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നത്. എപ്പോഴും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണ്? കാൽവറി ക്രൂശാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യരെന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവർ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഉടനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യു ആർ ദ മെസ്സായ, ദ സൺ ഓഫ് ദ ഹോളി വൺ. ജീവനുള്ള ദൈവത്തിൻ്റെ, ലിവിങ് വൺ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ശരിയാണ്, ഇതൊരു വലിയ വെളിപ്പാടാണ്. ഇത് നീ ഒരിക്കലും ബുദ്ധിപരമായി കണ്ടുപിടിച്ചൊന്നുമല്ല, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ അടുത്ത കാണുന്നത് 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് മുതൽ യേശു
താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയിർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. നോക്ക്, യേശു മശിഹയാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ, ശരി പത്രോസേ, നിനക്ക് കാര്യം മനസ്സിലായില്ല, പക്ഷേ എങ്ങനെയാണ് മശിഹയാകുന്നതെന്ന് അറിയാമോ? നമ്മളിപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? നമ്മൾ യെരൂശലേമിലേക്ക് പോവുകയാണ്. യെരൂശലേമിലേക്ക് പോയാൽ എന്തോ സംഭവിക്കും? യെരൂശലേമിലേക്ക് പോയി കഴിഞ്ഞാൽ, യെരൂശലേമിലേക്ക് പോകുന്ന എല്ലാവർക്കും സന്തോഷമാണ്. കാര്യം യെരൂശലേം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ആയതുകൊണ്ട് യെരൂശലേമിലേക്ക് പോകാൻ എല്ലാവർക്കും സന്തോഷമാണ്. യെരൂശലേമിൽ ചെന്നിട്ട് നേരെ മശിഹയായിട്ട് സിംഹാസനത്തിലേക്ക് കയറിയിരിക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും അവരെല്ലാം കൂടെ പിടിക്കും, എന്നെ അടിക്കും, എന്നെ തുപ്പും, ഒടുവിൽ അവരെന്നെ ക്രൂശിക്കും, എന്നിട്ട് ഞാൻ ഉയിർത്തെഴുന്നേൽക്കും. അപ്പോൾ യെരൂശലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര എന്ന് പറയുന്നത് ആക്സിഡൻ്റെല്ലാം സംഭവിച്ചല്ല. പോയ കൂട്ടത്തിൽ, നിങ്ങൾ ആരും ചിന്തിക്കരുത്, പോയ കൂട്ടത്തിൽ പെസഹ പെരുന്നാൾ കൂടാനായിട്ട് യേശു കർത്താവ് പോയ കൂട്ടത്തിൽ അവരെല്ലാവരും കൂടെ പിടിച്ചു എന്ന് ചിന്തിക്കരുത്. ഇത് പ്ലാൻഡ് ആണ്. ഇത് യേശു കർത്താവ് സ്വയം തീരുമാനമെടുത്തതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ ക്രൂശ് ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതവൻ്റെ ചോയ്സാണ്. അവൻ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ക്രൂശിൽ കിടക്കുമ്പോൾ അവന് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ്. യേശു കർത്താവ് പിതാവ് അവന് ചെയ്തതായ ദൗത്യം എന്താണോ അത് നിർവഹിക്കുന്ന വലിയ സന്തോഷത്തിലാണ്, ഒരു കണക്കിന് പറഞ്ഞാൽ. അതായത് പിതാവ് എന്ത് കാര്യത്തിന് വേണ്ടി അവനെ അയച്ചോ അതിപ്പോൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. സോ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ആ ഒരർത്ഥത്തോടു കൂടെ വേണം നമ്മളതിനെ കാണാൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടി നടന്നപ്പോൾ സൃഷ്ടാവായ ദൈവം എന്ത് ചെയ്യുന്നു? നിവൃത്തനായി. ഇപ്പോൾ എന്താണ്? വീണ്ടെടുപ്പിൻ്റെ സമയത്ത് യേശു കർത്താവ് വീണ്ടെടുപ്പിന് ആവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ചെയ്ത് തീർത്തു. ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആകാശവും പുതിയ ഭൂമിയും അന്നും ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ആത്യന്തികമായ റിയലൈസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ആത്മയാഥാർത്ഥ്യമായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ജീവിതം നമ്മൾ റിയലൈസ് ചെയ്യുകയാണ്. ഇന്നും അത് യാഥാർത്ഥ്യമാണ് കേട്ടോ, അത് യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. അത് വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളൊരു കാര്യമല്ല. ലിവിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് എ റിയാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ റിയാലിറ്റി. ഇന്നത് എങ്ങനെയുള്ള യാഥാർത്ഥ്യമാണ്? ഇന്നത് ഒരു ആത്മയാഥാർത്ഥ്യമാണ്. എന്നാൽ അന്ന് അത് നമ്മൾ വിഷ്വലായിട്ടുള്ളൊരു റിയാലിറ്റി ആയിത്തീരും. അത്രേ ഉള്ളൂ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആത്മയാഥാർത്ഥ്യമല്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്താണ്? അതൊരു വിഷ്വൽ റിയാലിറ്റിയാണ്. ആ വിഷ്വൽ റിയാലിറ്റി ആകുന്നത് ഒരു ദിവസം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ എന്താണ്? വീണ്ടെടുപ്പ് ദിവസം മുതൽ ദൈവരാജ്യം, നമ്മൾ വീണ്ടെടുക്കപ്പെടുന്ന സമയം മുതൽ ദൈവരാജ്യം എന്താണ്? ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയുള്ള യാഥാർത്ഥ്യം? ഒരു ആത്മയാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം ഇപ്പോൾ എവിടെയാണ്? നമ്മൾ ദൈവരാജ്യത്തിലാണ്. അതുകൊണ്ടാണ് അവൻ നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഇരുത്തുകയും. അപ്പോൾ വീണ്ടെടുപ്പിലും നിവൃത്തിയുണ്ട്. എന്ത് നിവൃത്തി? സൃഷ്ടിയിൽ നിവൃത്തിയുണ്ടായി, വീണ്ടെടുപ്പിലും നിവൃത്തിയുണ്ടായി. എന്ത് നിവൃത്തി? ദൈവരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ ആവശ്യമായതെല്ലാം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തു തീർത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ വിഷ്വൽ റിയാലിറ്റി അത് നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് കമ്മിങ്. അത് വിഷ്വൽ ആകുന്നത് വരെയും നമുക്ക് എന്തുണ്ട്? ഇപ്പോഴും ദൈവരാജ്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഈ വാക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അർത്ഥം, ഒരുപക്ഷെ ഒത്തിരി പ്രസംഗരൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കാം. ഈ വാക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് ടെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ കൊടുത്തു വീട്ടി എന്നുള്ളതാണ്. പെയ്ഡ് ഇൻ ഫുൾ. നമ്മളിപ്പോൾ ആരോടെങ്കിലും കുറച്ച് പൈസ വാങ്ങിച്ചിട്ട്, അപ്പോൾ നമ്മളെന്താണ് ഒരു നോട്ട് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ നമ്മൾ. സപ്പോസ് നമ്മളിപ്പം ഞാനൊരു 10,000 രൂപ ഒരാൾ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കടപ്പത്രം ഉണ്ടല്ലോ. ആ കടപ്പത്രം ഞാൻ ആരോട് പണം വാങ്ങിച്ച അയാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ഇല്ലേ? എന്നാൽ ഞാൻ ആ പണം തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവത്തേലൊരു കാര്യം എഴുതുന്നുണ്ട്. എന്ത്? ടെറ്റലസ്റ്റായി, കൊടുത്തു വീട്ടി, പെയ്ഡ് ഇൻ ഫുൾ എന്നിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ 10,000 രൂപ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കടക്കാരനാണ്. പക്ഷേ അത് വീട്ടിൽ കഴിഞ്ഞിട്ട് ഈ എൻ്റെ കടപ്പത്രത്തിൻ്റെ മേൽ അയാളൊരു സീല് പതിക്കുകയാണ്, ടെറ്റലസ്റ്റായി. അത് ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ പതിവുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം പെയ്ഡ് ഇൻ ഫുൾ. അതായത് ഇനി എനിക്ക് യാതൊരു രീതിയിലുള്ള കടബാധ്യതയും ഇല്ല എന്നുള്ളതാണ്. എല്ലാ കടങ്ങളുടെ ബാധ്യതയിൽ നിന്നും എന്നെ ഒഴിച്ചു നിർത്തുന്നതാണ് ഈ ഒരു വാക്ക്. ഒരു കടപ്പത്രം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ
കടം വാങ്ങിക്കുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ആ നോട്ടുണ്ടല്ലോ, അത് പൈസ കൊടുക്കുമ്പോൾ തിരിച്ചെഴുതി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എഴുതുന്ന ഒരു വാക്കാണ് കൊടുത്തു വീട്ടി, ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്ന് പറയുന്നതായ വാക്ക്. എന്താണ് അതിനർത്ഥം? അത് മനസ്സിലാക്കുന്നത് യേശു നമ്മുടെ സകല കടങ്ങളെയും, വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ചിന്തയിൽ എല്ലാ കടങ്ങളെയും ദൈവത്തിന് നമ്മൾ കടപ്പെടുന്നതായിട്ടാണ്. വെൻ യു ആർ കമ്മിറ്റിംഗ് എ സിൻ, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന് കടക്കാരാവുകയാണ്. യാഗം കഴിക്കുമ്പോൾ ആ കടം വീട്ടുകയാണ്. ഇതാണ് യഹൂദ ചിന്ത. ഓരോ പാപം ചെയ്യുമ്പോഴും ദൈവത്തിന് നമ്മൾ കടക്കാരാവുന്നു. ഓരോ പാപപരിഹാര യാഗം കഴിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു? ആ കടം വീട്ടപ്പെടുന്നു. പക്ഷേ ഒരിക്കലും ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ടാലി ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ സംഖ്യ കൂടുതലും കഴിക്കുന്ന യാഗങ്ങളുടെ എണ്ണം കുറവുമായിരിക്കും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നുപോലെ എപ്പോഴും ദൈവസന്നിധിയിൽ കടക്കാരായിരുന്നു. ഒരു മനുഷ്യനും കൊടുത്തു വീട്ടാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ പാപങ്ങളുടെ വലിയ ഒരു കടം ഉണ്ടായിരുന്നു. ആ കടം കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ കൊടുത്തു വീട്ടിയിരിക്കുന്നു. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അത് കൊടുത്തു വീട്ടണമെങ്കിൽ കടമില്ലാത്ത ഒരാൾക്ക് മാത്രമേ കൊടുത്തു വീട്ടാൻ പറ്റുള്ളൂ. കടമുള്ള ആൾക്ക് കടം കൊടുത്തു വീട്ടാൻ പറ്റുമോ? ഇല്ല. ഞാനിപ്പോൾ ആരോടെങ്കിലും പറയുകയാണ്, ബ്രദറെ എനിക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട്, അതൊന്ന് കൊടുത്തു വിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്ക് 1 കോടി കടമുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ 1 കോടി കടമുള്ളവന് എൻ്റെ 10 ലക്ഷം കൊടുത്തു വിട്ടാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇതുപോലെയാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി അവൻ്റെ കടം കൊടുത്തു വിട്ടാനായിട്ട് പരിശ്രമിച്ചാൽ സംഭവിക്കുന്ന കാര്യം. അങ്ങനെ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലെ 49-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ചല്ലോ, 7 മുതൽ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടതിന് ആർക്കും കഴിയുകയില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് വേണ്ടി മരിക്കാൻ കഴിയത്തില്ല. മരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. കാര്യം എന്താണ്? എല്ലാവരും കടക്കാരാണ്. എന്നാൽ യേശു എന്ത് ചെയ്യുന്നു? യേശു വരുമ്പോൾ കടക്കാരനല്ലാത്ത യേശു, ദൈവത്തിന് കടക്കാരനല്ലാത്ത യേശു, പാപത്തിൻ്റെ കടം ഒരിക്കലും പ്രവേശിച്ചിട്ടില്ലാത്തവനായ യേശു, നിർദോഷിയായ യേശു, യാതൊരു രീതിയിലും ബാധ്യതകളില്ലാത്തവനായ യേശു, നിർമ്മലനായ യേശു, ആ യേശു എൻ്റെ കടം വീട്ടുന്നത്. ആ യേശുവിനെ എൻ്റെ കടം വീട്ടാൻ പറ്റുള്ളൂ. വേറെ ആർക്കും വീട്ടാൻ പറ്റത്തില്ല. ഒരു മത നേതാവിനും പറ്റത്തില്ല, ഒരു രാഷ്ട്രീയ നേതാവിനും പറ്റത്തില്ല, എനിക്ക് തന്നെ പറ്റത്തില്ല. എൻ്റെ കടം വീട്ടാൻ എനിക്ക് തന്നെ കഴിവില്ല. അപ്പോൾ പിന്നെ ആരും ഉണ്ടെങ്കിലേ പറ്റൂ. നിർദോഷിയായ, ബാധ്യതകളില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ യാതൊന്നും കൊണ്ടും ബാധിതനല്ലാത്ത, പാപത്തിൻ്റെ യാതൊരു ബാധ്യതയുമില്ലാത്ത യേശു കർത്താവിന് മാത്രമേ എൻ്റെ കടം കൊടുത്തു വീട്ടാൻ കഴിയുള്ളൂ. അത് കൊടുത്തു വീട്ടാൻ കഴിവുള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരാൾ കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കടം വീട്ടാൻ നിങ്ങളുടെ മത നേതാക്കന്മാർക്ക് കഴിയത്തില്ല. കാരണം അവരും കടക്കാരാണ്. എന്നാൽ കഴിയുന്ന ഒരുത്തൻ, കഴിവുള്ള ഒരുത്തൻ, അവനാണ് യേശു കർത്താവ്. ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒത്തിരി സോൾജിയേഴ്സ് ഉണ്ട്. ആ സോൾജിയേഴ്സിൽ ഒരു യുവാവ്, അവൻ വലിയ കടക്കാരനായി. നാട്ടിൽ അവൻ ഭയങ്കര കടക്കാരാണ്, വലിയ കടക്കാരനായി തീർന്നു. ഒരു ദിവസം അവൻ ചിന്തിച്ചു, ഈ കടമെല്ലാം കൂടെ എനിക്ക് ഒരിക്കലും വീട്ടാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അവനൊരു ദിവസം അവിടെ ഇരുന്ന്, അന്ന് പേപ്പർസുകളും മറ്റുമാണല്ലോ, വലിയ പേപ്പറുകളൊന്നുമില്ല. അവനൊരു പേപ്പർസ് എടുത്തിട്ട് തൂവലിൽ മഷി മുക്കി അവൻ്റെ കടങ്ങളുടെ ലിസ്റ്റ് മുഴുവൻ എഴുതി. കടങ്ങളുടെ ലിസ്റ്റ്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടെന്നുള്ളത് എഴുതി. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, ഒരു വലിയ എമൗണ്ടാണ്. അവനിത് നോക്കിയിട്ട് ആത്മകഥം എന്നുള്ളതിൻ്റെ താഴെ എഴുതി, ഈ കടം ആർക്ക് കൊടുത്തു വീട്ടാൻ കഴിയും? അത് നോക്കി അവനിങ്ങനെ കുറേ നേരം ഇരുന്നു. വിഷം കഴിച്ച് മരിക്കാൻ ഇരിക്കുകയാണ്. പക്ഷേ ഇത് നോക്കി കുറച്ച് നേരം ഇരുന്ന് അവൻ ഉറങ്ങിപ്പോയി. നോക്കി കുറച്ച് നേരം ഇരുന്നപ്പോൾ അവന് ഉറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇടയ്ക്കൊക്കെ ക്യാമ്പുകൾ, പട്ടാള ക്യാമ്പൊക്കെ ഇങ്ങനെ വന്ന് നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ മെഴുകുതിരി കത്തിച്ച്, അല്ലെങ്കിൽ എന്താണ്, വിളക്ക് കത്തിച്ച്, ലാമ്പ് കത്തിച്ച് ഒരുത്തൻ ഇങ്ങനെ എന്തോ പേനായൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അലക്സാണ്ടർ ചക്രവർത്തി ആരും അറിയാതെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അവൻ്റെ കടത്തിൻ്റെ ലിസ്റ്റും എല്ലാം ഇവിടെ പേപ്പർസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും ഒരു ചോദ്യം, ഈ കടം ആര് കൊടുത്തു വീട്ടും? അലക്സാണ്ടർ ചക്രവർത്തി ഒന്നും മിണ്ടിയില്ല, ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല.